ഇല്ല, അതിലൊരാശയക്കുഴപ്പത്തിനും അടിസ്ഥാനമില്ല. ആവശ്യമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. കാരണം ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആധികാരികമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കലക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ സ്ഥിരീകരിച്ചു. അതൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കലക്ടർക്ക് പുതിയ കലക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം അത് പുറത്ത് പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. അപ്പോൾ അതിൽ എന്താ പറയേണ്ടത്, എനിക്ക് പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് നിപ സ്ഥിരീകരിച്ചിട്ടില്ല, അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നാലേ എനിക്ക് പറയാൻ പറ്റും. വൈകുന്നേരം 5 മണിക്ക് മുമ്പായി റിസൾട്ട് വന്നിരുന്നു എന്നാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്ന 6 മണിക്കാണ്. 6 മണിക്ക് കിട്ടിയാൽ എനിക്ക് 5:30 പത്രസമ്മേളനത്തിന് പറയാൻ പറ്റുമോ? ഇത് നിപ സ്ഥിരീകരിച്ചു എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുക? ഞാൻ പറഞ്ഞല്ലോ, പ്രാഥമികമായിട്ടുള്ള എല്ലാ അന്വേഷണത്തിൽ നിന്നും നിപ സ്ഥിരീകരിച്ചു. പക്ഷേ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ട് ഞാൻ വരുമ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോൾ വന്നിട്ടില്ല. അതിന് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ രോഗി വെന്റിലേറ്റർ തന്നെയാണ്, മാറ്റമില്ല. ഇന്നലെ അങ്ങേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ 5 മണിക്കാണ് കലക്ടറുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്. 5 മണിക്ക് കലക്ടർ തന്ന വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇല്ല, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ, ഈ മറ്റേ വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ വിസിറ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിലുണ്ടായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. പക്ഷേ എന്നാലും ഇത് യുഡിഎഫ് ഉയർത്തിയ നിലപാടുകൾക്കെതിരല്ലേ? അല്ല, ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി വാദിച്ചയാളല്ലേ ഇപ്പോൾ സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. മാറ്റില്ല. അല്ല, അത് ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളില്ല. സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. അല്ല, ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിപ്പോയി, അതായിരിക്കാൻ സംഭവിച്ചു കാണാം. ഏതായാലും എനിക്ക് വകുപ്പ് കിട്ടിയതിന് ശേഷം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെല്ലാ ലോക്കൽ ബോഡികളും സഹകരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.